This is limited edition. ഞങ്ങൾ കേട്ടിട്ടുണ്ട് വി എസിന് ഒരു പ്രത്യേക നിർലോഭമായിട്ട് അങ്ങേ പ്രകീർത്തിക്കുകയും സ്നേഹവും ഒക്കെ കാണിക്കാറുണ്ടായിരുന്നു. ശരിയാണോ അത്? എന്നോട് നല്ല സ്നേഹവും സത്യത്തിലൊരു മകനെ പോലെയുള്ള ഒരു രക്ഷകർത്തൃ വാത്സല്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ പുള്ളി പ്രശംസിക്കില്ല. അക്കാര്യത്തിലൊക്കെ മനസ്സിൽ വെക്കുകയല്ലാതെ പുള്ളി ഒരിക്കലും ആരെയെങ്കിലും പ്രശംസിച്ച് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അത് ചെയ്യില്ല. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഒരു മകനെപ്പോലുള്ള സ്നേഹം, ഒരു രക്ഷകർത്തൃ വാത്സല്യം എന്നോടുണ്ടായിരുന്നു. പല കാര്യങ്ങളിലും ക്യാബിനറ്റിൽ പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വരുമ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ, ശ്രീ ദിവാകരൻ, ഞങ്ങൾ 2-3 പേരെയാണ് അദ്ദേഹം കാരണം പാർട്ടിക്കുള്ളിൽ ഏറ്റവും വലിയ വിഭാഗീയത നടക്കുന്ന സമയമാണ്. ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ടേബിളിൽ വന്നാൽ, അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നാൽ, അദ്ദേഹം എടുക്കുന്ന കൺസിഡറേഷൻ ഇതാണ്: ഈ എടുക്കുന്ന തീരുമാനം പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാർക്ക് എത്രമാത്രം പ്രയോജനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തെ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ചോദിക്കും, ഇത് വന്നാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെ. അത് പാവപ്പെട്ടവന് പ്രയോജനപ്രദമാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കും. സാധാരണക്കാരൻ്റെ താല്പര്യങ്ങൾ, പാവപ്പെട്ടവൻ്റെ തൊഴിലാളികളുടെ താല്പര്യം, ശരിയുടെ പക്ഷം, സ്ത്രീപക്ഷം, ഇങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്ന ഒരു വെറ്ററൻ ലീഡർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിലും ശരീരഭാഷയിലും ഇല്ലാത്ത ഒരു മാനവികതയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. ശബരിമല ഇഷ്യൂവിൽ വി എസിൻ്റെ സമയത്ത് ഗവൺമെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് കൊടുത്ത അഫിഡവിറ്റും സബ്സിക്വൻ്റ്ലി അമെൻഡഡ് അഫിഡവിറ്റ് പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് സാക്ഷ്യമാണ്. അങ്ങ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പക്ഷേ വി എസിൻ്റെ ക്യാബിനറ്റിൽ എടുത്തൊരു പൊസിഷനിൽ യു ആർ ഓൾസോ പാർട്ടി ടു ദാറ്റ് പൊസിഷൻ. തീർച്ചയായിട്ടും ആ ക്യാബിനറ്റിൽ ഞാനും അംഗമായിരുന്നു. പക്ഷേ അന്നതൊരു വിവാദപരമായ ചർച്ചയൊന്നും ആയില്ല. സത്യത്തിൽ അങ്ങനൊരു കോൺട്രവേഴ്സി അതുമായി ബന്ധപ്പെട്ട് വന്നതല്ല. സാധാരണ ഒരു അജണ്ട പോകുന്ന പോലെ പോയതേ ഉള്ളൂ. ഏതായാലും അതിൻ്റെ ഭാഗമായി കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആചാരപരമായ കാര്യങ്ങളിൽ അത് സംരക്ഷിക്കപ്പെടണമെന്ന നിലയിലേക്ക് അഫിഡവിറ്റ് ഭേദഗതി ചെയ്ത് കൊടുത്തു. ആ ഭേദഗതി ചെയ്ത അഫിഡവിറ്റിനെയാണ് 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായപ്പോൾ 2017 തോന്നുന്നു ആ അഫിഡവിറ്റ് തിരുത്തി വി എസ് ഗവൺമെൻറ് കാലയളവിലുള്ള അഫിഡവിറ്റിലേക്ക് തിരിച്ചുപോയി. ആ അഫിഡവിറ്റിൻ്റെ പിൻബലത്തിലാണ് 2019 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുന്നത്. 2018 ഓർ 2018 ആണെന്നാണ്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്, 2018. ആ വിധി ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് പറ്റിയ അപജയം. ആ വിധി ഉണ്ടായി 24 മണിക്കൂറിനുള്ളിൽ DGP തലത്തിലുള്ള മുഴുവൻ ഹയർ ലെവൽ പോലീസ് ഓഫീസേഴ്സിനെയും ദർബാർ ഹാളിൽ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി അടിയന്തരമായി വിധി നടപ്പാക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. വിധിയുടെ അസൽ പകർപ്പ് കിട്ടിയിട്ടില്ല, വിധിയുടെ ഒറിജിനൽ കോപ്പി ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ല. അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമല്ല, അതിന് ഈ സ്ത്രീകളെ പോലീസ് സംരക്ഷണയോടുകൂടി അങ്ങനെയാണ് അതിശക്തമായിട്ടുള്ളൊരു ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ ഉയർന്നു. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഒരു സുപ്രീം കോടതി, എയ്പെക്സ് കോർട്ട് ഓഫ് ദി കൺട്രി ഒരു വേർഡിക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് പാലിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറി ആയിട്ടുള്ള മുഖ്യമന്ത്രിക്കില്ലേ? അതല്ലേ അദ്ദേഹം ചെയ്തത്? ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിലും നിരവധി സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാതെ ആ സുപ്രീം കോടതി വിധികളെ അപ്രസക്തമാക്കുന്ന നിയമനിർമ്മാണം നടത്തിയ നിരവധി സംഭവങ്ങളുണ്ട്. ഇതിന് പോലും ഒരു തിടുക്കത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഇത് നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. പിന്നെ ചെയ്തതുപോലെ ഇനി ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി എന്താ, ഞാൻ ലോ ഓഫ് ദ ലാൻഡാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് എന്നാണ്. ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട അൾട്ടിമേറ്റ് വിധിയാണ് സുപ്രീം കോടതി ജസ്റ്റിസ് മാലിമത്തിനെ കമ്മീഷനായിട്ട് വെച്ചിട്ടാണ് ഒരു ഫൈനൽ. എന്നിട്ട് ആ ഇനിമേൽ ഇതിലൊരു കേസും നിലനിൽക്കുന്നതല്ല, ഈ വിധി നടപ്പാക്കണമെന്നുള്ള നിർബന്ധിതമായ നിർദ്ദേശം കൊടുത്തിട്ട് എന്തേ
ഇപ്പോഴും ആ വിധി നടപ്പാക്കുന്നില്ലല്ലോ. എന്താണ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ? പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും എക്സംപ്ഷൻ വാങ്ങുകയാണ്. പലതരത്തിലുള്ള എക്സംപ്ഷൻ നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് എടുത്ത അൺഡ്യൂ ഹേസ്റ്റ്, അനാവശ്യമായിട്ടുള്ള തിടുക്കം അല്ലെങ്കിൽ ധൃതി, അത് വലിയ തോതിൽ ജനങ്ങളിൽ സംശയമുണ്ടായി. വിശ്വാസ സമൂഹത്തിൻ്റെ അതിശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ടായി. അത്തരമൊരു ഘട്ടത്തിലാണ് ആചാരപരവും വിശ്വാസപരവുമായ സംരക്ഷണം നിലനിർത്തണമെന്നുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായതാണ് ഞങ്ങൾ. അങ്ങനെയാണ് പാർലമെൻറ്റിൽ ഒരു സ്വകാര്യ ബിൽ, ഞാൻ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭയിൽ ആദ്യത്തെ സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കും. അത് വലിയ വിമർശനം വന്നു. RSPയുടെ പ്രതിനിധി, ഞാൻ ശാസ്ത്രായുധ പരിഷത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു. ഞാൻ പറഞ്ഞു ഇതായിരുന്നു അതിൻ്റെ പൊളിറ്റിക്സ്. ഒരു വലിയ ബഹുജന മുന്നേറ്റവും പ്രതിഷേധവും ഉയർന്നു വരുന്നു. ഒരു സുപ്രീം കോടതിയുടെ വിധി വരുന്നു. തിടുക്കത്തിൽ ധൃതി പിടിച്ച് നാട്ടിലാകെ തന്നെ അശാന്തി പരത്തുന്ന നിലയിൽ അതൊരു ഘട്ടം വന്നപ്പോൾ വർഗീയതയിലേക്ക് പോകുന്ന സ്ഥിതി വന്നു. എന്നിട്ട് ഗവൺമെൻറ് തന്നെ 50 കോടിയോളം രൂപ ചെലവഴിച്ച് നവോത്ഥാന മതിൽ പണിതു. ആ നവോത്ഥാന മതിൽ പരിശോധിച്ചാൽ അറിയാം, അത് പതുക്കെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷനിലേക്ക് പോകുന്ന സ്ഥിതി വന്നു. ആ നിലയിലേക്ക് കേരളത്തെ മാറ്റിയാലും വേണ്ടില്ല എന്ന നിലയിലേക്ക് ഗവൺമെൻറ് വന്നപ്പോൾ, എന്നിട്ട് ആ ഗവൺമെൻറ് തന്നെയാണ് ഇപ്പോൾ നേരെ തിരിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അവരിപ്പോൾ അഫിഡവിറ്റിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാട്, സർവകക്ഷി യോഗം വിളിക്കുന്നു. മാത്രവുമല്ല, ഇത് കാര്യത്തെ സംബന്ധിച്ച് പ്രത്യേകമായി ആലോചിക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഭേദഗതി ചെയ്ത് അഫിഡവിറ്റ് കൊടുക്കുന്നു. ഈ എക്സ്പെർട്സിനെ കൺസൾട്ട് ചെയ്യണമെന്നുള്ളത് VSന്റെ കൊടുത്ത സമയത്തുള്ള അഫിഡവിറ്റിൽ ബ്ലാസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ? യു മേ അതായത് ടു ബി ഡിസൈഡഡ് ബൈ ദ കോർട്ട്, ബട്ട് യു ഓൾസോ മേ കൺസൾട്ട് എക്സ്പെർട്സ് എന്നുള്ള കൃത്യമായ ഓർമ്മയില്ല. കൃത്യമായി എനിക്ക് അതിനെ സംബന്ധിച്ച് ധാരണയില്ല. ശരി, എന്തായാലും ആ കാര്യത്തിൽ ഗവൺമെൻറ്റാണ് ഉത്തരവാദി. തിടുക്കത്തിൽ ധൃതി പിടിച്ച് നവോത്ഥാന കേരളത്തിൻ്റെ ഉപജ്ഞാത അല്ലെങ്കിൽ വക്താവായി മാറാം, പിതാവായി മാറാമെന്നുള്ള ആരോ ഉപദേശിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണ് കേരളത്തിൽ വലിയ തോതിൽ സംഘർഷവും സമാധാന ഭഞ്ജനത്തിനും വഴിയൊരുക്കിയത്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ ഇപ്പോൾ അഫിഡവിറ്റ് തിരുത്താനും ആഗോള അയ്യപ്പ സംഗമം നടത്തി ആ സമൂഹത്തെ കൂടെ നിർത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് ഗവൺമെൻറ്റും CPM നേതൃത്വം. എനിക്ക് തോന്നുന്നു ആദ്യം ഈ സുപ്രീം കോടതി വേർഡിക്റ്റ് വന്നപ്പോഴത്തേക്ക് അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് കൂട്ടത്തിലൊരാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി സെഡ് സംതിങ് ഇനീഷ്യലി ഇൻ സപ്പോർട്ട് ഓഫ് ദി റാഡിക്കൽ ഡിസിഷൻ ടേക്കൺ ബൈ ദ. അതേപോലെ തന്നെ BJPയിൽ ഞാനിപ്പോഴും സഞ്ജയൻ അതിനെ അനുകൂലിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൈകൊള്ളാത്ത ആരുമില്ല, എല്ലാവർക്കും ഇതിങ്ങനെ അല്ലേ? അല്ല, വിധിയുടെ ആദ്യഘട്ടത്തിൽ ഇതൊരു സ്ത്രീപക്ഷ നിലപാടാണ്. ഇതൊരു പുരോഗമനാത്മകമായിട്ടുള്ള വിധിയാണെന്നുള്ള കാഴ്ചപ്പാട് പൊതുവേ RSSനുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പലരും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാര്യവും അവിടുത്തെ ആചാരപരമായ പ്രത്യേകതയുടെയും ഒരു പശ്ചാത്തലത്തിൽ അത് വേണ്ട തലത്തിലുള്ള പഠനം നടത്താതെയാണ് എല്ലാവരും ആ നിലപാട് കേരളത്തിൽ പോലും ഇന്ന് കേരളത്തിൽ ഇതിനെതിരായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള പലരും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. ശബരിമലയിൽ സ്ഥിരമായി പോകുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ പ്രായോഗികത എനിക്ക് നല്ലതുപോലെ അറിയാം. അതിബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അതല്ല, പ്രായോഗികതയ്ക്കപ്പുറത്ത് വിശ്വാസപരമായ പ്രസക്തി തന്നെ ഇല്ലാതാകുന്ന നിലയിലേക്ക് മാറും എന്ന് കണ്ടപ്പോഴാണ് പലരും ആ നിലപാടുകൾ. വിശ്വാസ്യത, ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതല്ലേ ഈ അടുത്ത കാലത്ത് സ്വർണവും അവിടുത്തെ പിന്നെ ദ്വാരപാലക സ്വർണം പൂശിയതും പിന്നെ വേറെ മെറ്റൽ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് സത്യത്തിൽ ആചാരപരമായ കാര്യം വിശ്വാസപരമായ കാര്യത്തേക്കാൾ ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യമാണ്. കാരണം സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡ്, CPMൻ്റെയും CPIയുടെയും ഉത്തരവാദപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഗവൺമെൻറ് നിയോഗിക്കുന്നതാണ്, ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എലക്ട് ചെയ്യുന്നതാണ്. ആ നോമിനീസ് ഉൾപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയും കട്ടളപ്പടിയും ഇളക്കി കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിലയ്ക്ക് കൊടുത്തതിന് ശേഷം ചെമ്പ് പൊതിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക ഒരു ഗവൺമെൻറ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. പിന്നെ അന്വേഷിക്കുമ്പോഴല്ലേ നിരവധി അഴിമതികളല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ തോതിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴാണ് സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടന്ന് തൊട്ട് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ പുറത്തു വരുന്നത്. 2024 വ്യക്തമായ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തൂക്കത്തിൽ കുറവും
ഇതിൻ്റെ സംശയവും ഉന്നയിച്ചുകൊണ്ട്, മാത്രമല്ല ഇത് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകാൻ പാടില്ല ഹൈക്കോടതിയുടെ അനുമതി കൂടാതെ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഒരുപക്ഷെ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്ത്രീ പ്രവേശനത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഭാഷ്യം എന്ന് പറയുന്നത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇത് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയല്ലോ. അപ്പം ഗവൺമെൻറ് അതിനകത്ത് ഇൻ്റർഫിയർ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായും ബയാസ്ഡാണ്. കാരണം എല്ലാവരും പുറത്തു വന്നു. ആ കൊള്ളയിൽ ഭാഗപക്കായി പ്രതിയായി ചേർക്കപ്പെട്ട് ജയിലിൽ കിടന്നിരുന്ന മുഴുവൻ പ്രതികളും പുറത്തു വന്നു. പുറത്തു വരാനുള്ള കാര്യം എന്താണ്? 90 ദിവസത്തിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടും. അപ്പോൾ പത്മകുമാർ ആയാലും KP ശങ്കരദാസ് ആയാലും വാസു ആയാലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളും ഇപ്പോൾ പുറത്തു വന്നു. വളരെ ബയാസ്ഡ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടക്കും. അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല. ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ മൂവ് ചെയ്തപ്പോഴാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് ചെല്ലുന്നത്. പിന്നെ പതിയെ അതിൻ്റെ ഹൈക്കോടതിയുടെ നിരീക്ഷണമായതുകൊണ്ട് അവർ ജയിലിലായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ അവരെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ SITയും അതുപോലെ ഗവൺമെൻറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഭയങ്കര ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട് പല കാര്യത്തിൽ, എസ്പെഷ്യലി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൻ്റെ സ്റ്റിപ്പുലേഷൻസ്, നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോഡ് ഇതെല്ലാം ഉണ്ടായിട്ട് പോലും കേരളത്തിലെ ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിൽ ഇങ്ങനെയുള്ള അപജയങ്ങൾ ഉണ്ടാകാൻ കാരണം അത് എവിടെയാണ്? ആൻഡ് യു ഹാവ് എ മിനിസ്റ്റർ ലൈക്ക് നിതിൻ ഗഡ്കരി അല്ലേ? അല്ല, അതിന് പ്രധാന കാരണക്കാർ നമ്മളാണ്. നമ്മൾ എന്ന് ഞാൻ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമാണ്. ബോത്ത് LDF ആൻഡ് UDF. ഓക്കെ, ഞാനതിന് ഉദാഹരണം പറയാം. ഞാൻ ഉൾപ്പെടെയാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. കേരളത്തിൻ്റെ ജനസാന്ദ്രതയും കേരളത്തിൻ്റെ ഭൂമി ലഭ്യത കുറവുമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 6 വരി പാത നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 60 മീറ്റർ വീതിയുള്ള റോഡുണ്ടെങ്കിലേ കഴിയൂ. ഇവിടെ 6 വരി പാത നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് 45 മീറ്റർ വീതിയിലാണ്. ഞാൻ ഉൾപ്പെടെ അന്ന് VS ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോഴാണ്, അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയാണ്, VS അച്യുതാനന്ദൻ, RSPയെ പ്രതിനിധീകരിച്ച് ഞാൻ സർവകക്ഷി നിവേദക സംഘം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കാണുകയാണ്. 60 മീറ്റർ വീതിയിൽ 6 വരി പാതയായി നാഷണൽ ഹൈവേ 66 വികസിപ്പിക്കുന്നതിന് അനുവദിച്ച പദ്ധതി പുനഃപരിശോധിക്കണമെന്നും അത് കഴിയുമെങ്കിൽ 30 മീറ്ററായി കുറയ്ക്കണമെന്നും പരമാവധി പോയാൽ 45 മീറ്ററായി നിജപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർവകക്ഷി നിവേദനമാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുക്കുന്നത്. യു ആർ ഓൾസോ പാർട്ടി ടു ഇറ്റ്. ഐ വാസ് ഓൾസോ എ പാർട്ടി ടു ഇറ്റ്. അദ്ദേഹം ഈ നിവേദനം വായിച്ച് കസേരയിലേക്ക് ചാരി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഞങ്ങൾ പോയതിന് ശേഷം പലരോടും പറഞ്ഞതായിട്ട് ഞങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളും വലിയ റോഡുകൾ അവരുടെ സംസ്ഥാനത്ത് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവകക്ഷി നിവേദക സംഘവുമായി വരുമ്പോൾ കേരളത്തിൽ നിന്ന് 60 മീറ്റർ വീതിയിൽ ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടി അനുവദിച്ച റോഡ് 30 മീറ്ററായി നിജപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയും പലരോടും വർത്തമാനം പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ 2 സർവകക്ഷി യോഗം വിളിച്ചു. മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി പറഞ്ഞു 30 മീറ്ററിൽ നിജപ്പെടുത്താമെങ്കിൽ നിജപ്പെടുത്തണം. 45 മീറ്റർ പോലും സാധ്യമല്ല, അല്ലെങ്കിൽ എന്നേ ഇത് നടക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു UPA ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ നടക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളാണ് എതിർത്തത്. 45 കഴിയില്ല, 30 മീറ്ററേ കഴിയൂ. നമ്മളെ കുറ്റം പറയാൻ കഴിയില്ല. 100 കണക്കിന് വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നില്ല എത്ര പേരാണ് വഴിയാധാരമായത്. ഒരു കാര്യം ശരിയാണ്, റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്ന കച്ചവടക്കാർക്കും വീട്ടുകാർക്കും മെച്ചപ്പെട്ട കോമ്പൻസേഷൻ കിട്ടി. അവർക്ക് പോയി വേറെ വസ്തു വാങ്ങി താമസിക്കാനും ഒക്കെയുള്ള. പക്ഷേ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി താമസിക്കുന്ന ആയിരക്കണക്കിന് കച്ചവടക്കാർ, ആരാ കടയിൽ സാധനം വാങ്ങാൻ? സർവീസ് റോഡിൽ എവിടെയെങ്കിലും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ആയിരക്കണക്കിന് 10,000കണക്കിന് കച്ചവടക്കാരുടെ ജീവിതമാണ് തകർന്നത്. അതുപോലെ നിരവധി മറ്റുള്ളവരുടെയും. അപ്പോൾ വികസനം നടക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമെങ്കിൽ പോലും ഇതൊരു പക്ഷേ അന്നെടുത്തിരുന്നെങ്കിൽ, അന്ന് 60 മീറ്റർ വീതിയിൽ, ഒരു 10, 15, 20 വർഷം മുമ്പ് 60 മീറ്റർ വീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിതിൻ ഗഡ്കരിയെയും ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞിട്ട്, പക്ഷേ അതല്ല, ഈ പല സ്ഥലത്തും ഇത് മതിലിടിഞ്ഞ് വീഴുകയും, അതാണ് വിട്ടില്ല. അതുകൊണ്ട് ഹൈറ്റ് കൂടുന്നു.
ഓക്കെ. മതിയ 6 വരി പാതയ്ക്ക് ആവശ്യമായിട്ടുള്ള വീതി റോഡിനില്ലാത്തപ്പോൾ പരമാവധി അവർ ഞെരുക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്താണ്? ഡ്രെയിൻ സ്ലാബും കൂടി ചേർത്തിട്ടാണ് 7 മീറ്റർ സർവീസ് റോഡ്. അതുപോലും 7 മീറ്റർ ഇല്ല. സ്ലാബ് പോലും നല്ല നല്ല ലോഡ് എടുക്കുന്ന ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള ഡ്രെയിൻ സ്ലാബ്സാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴും അതും കൂടി ചേർത്താണെങ്കിൽ പോലും 2 വേ ആണ് സത്യത്തിൽ സർവീസ് റോഡ്. 4 മീറ്റർ ഉള്ള സ്ഥലങ്ങളുണ്ട്, 3.5 മീറ്റർ ഉള്ള സ്ഥലങ്ങളുണ്ട്, 5 മീറ്റർ ഉള്ള സ്ഥലങ്ങളുണ്ട്, 7 മീറ്റർ സർവീസ് റോഡില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതാണ് ഇത്രയും ഹ്യൂജ് 40 അടി 45 അടി ഉയരത്തിലുള്ള വലിയ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റീഇൻഫോഴ്സ്ഡ് എർത്തൻ വാൾ REW വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. 60 മീറ്റർ വീതിയിലായിരുന്നെങ്കിൽ വളരെ മനോഹരമായ നിലയിൽ ഈ മിഡ് ലൈനിൽ പൂന്തോട്ടം ഉൾപ്പെടെയുള്ളവ മറ്റ് സംസ്ഥാനങ്ങളിൽ നിർമ്മിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയും. നമ്മൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ പോയപ്പോൾ കാണുന്നു. മറുവശമുണ്ട് 60 മീറ്റർ ആകുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന ജനങ്ങളുടെ എണ്ണം, സ്ഥാപനങ്ങളുടെ എണ്ണം എത്ര വലുതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ NH 183 അതുപോലെ NH 744 ഇവിടെയൊക്കെ ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കടവൂർ വഴി പോകുന്ന റോഡ് NH 183 ആണ്. 24 മീറ്ററിൽ പണിയാൻ ശ്രമിച്ചിട്ട് പോലും അഞ്ചാലുമൂട് പട്ടണം ഉണ്ടാകില്ല, കടവൂർ ടൗൺ ഉണ്ടാകില്ല. ഈ മുഴുവൻ സ്ഥലവും കാരണം അത്രയ്ക്ക് ഇടുങ്ങിയ റോഡാണ്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. ഇപ്പോൾ ആ 24 മീറ്റർ എന്നുള്ളത് 20 മീറ്ററായിട്ട് ചുരുക്കിയിട്ടാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. എന്നിട്ട് പോലും വലിയ ബുദ്ധിമുട്ടാണ്. ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഹ്യൂജ് കോമ്പൻസേഷനാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് 45 മീറ്ററിൻ്റെ നടുക്കുള്ള മീഡിയൻ എന്ന് പറയുന്നത് വളരെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് വളരെ വാസ്തവത്തിൽ ട്രാഫിക്കിൽ ഭയങ്കര അപകടം ഉണ്ടാവില്ലേ? ഈ അപകട സാധ്യത കൂടുതലാണ്. എനിക്ക് തോന്നുന്നു കാലക്രമേണ കുറേ കഴിയുമ്പോൾ ഇത് എലിവേറ്റഡ് ഹൈവേ ആയി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. കോൺക്രീറ്റ് പില്ലറുകളിൽ തീർത്ത എലിവേറ്റഡ് ഹൈവേ ആണ് സത്യത്തിൽ കേരളത്തിന് അഭികാമ്യമായിട്ടുള്ളത്. പക്ഷേ ഏതാണ്ട് ഇതിൻ്റെ 10 ടൈംസ് കോസ്റ്റാണ് ഇതിന് വേണ്ടി വരുന്നത്. ഓക്കെ. അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ബെയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായും അതിലേക്ക് വരേണ്ടി വരും. അതർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസിനെ സംബന്ധിച്ചും കേരളം ചിന്തിക്കേണ്ട സമയമായി. ഇപ്പോഴും നമ്മൾ മെട്രോയിൽ മാത്രമാണ് നിൽക്കുന്നത്. അതുപോലെ നിരവധി ഇപ്പോൾ നമ്മുടെ എത്രയോ കാലമായി നമ്മൾ സംസാരിക്കുന്നതാണ് ജലപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോഴും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ആ കാര്യത്തിൽ നാഷണൽ വാട്ടർവേ കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, ഒന്നും ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗതം ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കർശനമായ ചില തീരുമാനങ്ങൾ, വാഹനപ്പെരുപ്പം തടയുന്നത് ഉൾപ്പെടെ സിംഗപ്പൂരിലൊക്കെ ചെയ്യുന്നത് പോലെ വാഹനപ്പെരുപ്പം, ഒരു വീട്ടിൽ 3ഉം 4ഉം കാറാണ്, ഒരാൾക്കൊരു കാർ വെച്ചാൽ അതിനകത്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു. അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇപ്പോൾ ഇതിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പം അങ്ങയുടെ കൊച്ചു പാർട്ടിയാണെങ്കിലും വലിയൊരു പേഴ്സണാലിറ്റിയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അതുകൊണ്ട് ആ ഒരു എന്താ പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. എ ലാർജർ ദാൻ ലൈഫ് പേഴ്സണാലിറ്റി ബട്ട് കൺഫൈൻഡ് ടു എ സ്മോൾ പാർട്ടി. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് RSPയുടെ ഭാവി എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 0 വാങ്ങിച്ചവരാണ്. ലോക്സഭയിൽ മാത്രമാണ് കേവലമായ പ്രാതിനിധ്യം ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്, 3 സീറ്റെങ്കിലും ഈ പ്രാവശ്യം എന്തായാലും കിട്ടും. ഞങ്ങൾ 5 സീറ്റിലാണ് മത്സരിക്കുന്നത്. അട്ടിമറി സംഭവിച്ചാൽ ഞങ്ങളുടെ പിന്തുണയോടുകൂടി, UDFൻ്റെ പിന്തുണയോടുകൂടി പയ്യന്നൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഞാനത് തീർത്ത് പറയുന്നില്ല. അതുപോലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലവും ഞങ്ങൾ എഴുതി തള്ളുന്നില്ല. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള 4 സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഷോട്ട് ഏതൊക്കെയാണ്? ഷുവർ നമ്പർ 1 ചവറ, അതുപോലെ എരവിപുരം, കുന്നത്തൂർ, ഈ 3 സീറ്റുകളുമാണ് ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ലിസ്റ്റിലുള്ളത്. അത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ, അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീ V കുഞ്ഞികൃഷ്ണൻ CPMൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത്. ഞങ്ങളുടെ സീറ്റിലാണ് മത്സരിക്കുന്നത്. ഞങ്ങളാണ് ആ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പാർട്ടി ചേർന്നിട്ടില്ല. പക്ഷെ ഞങ്ങളാണ് പറഞ്ഞത് അവിടെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ 5ാമത്തെ സീറ്റ്, മലബാറിലെ 5ാമത്തെ സീറ്റ്, ആ സീറ്റായി പരിഗണിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് വിയോജിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഇതുവരെയുള്ള ക്യാമ്പയിൻ അദ്ദേഹം നല്ല ഒരു സ്പിരിറ്റുണ്ട്. താഴെ തലത്തിൽ നല്ലൊരു അടിയൊഴുക്കുണ്ട്. CPM റാങ്ക് ആൻഡ് ഫയൽ വോട്ട് ചെയ്താലേ ജയിക്കൂ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ജയിക്കില്ല. അത് കൗതുകത്തോടു കൂടി കാണേണ്ടതാണ്. തളിപ്പറമ്പ്, അതുപോലെ തൃക്കരിപ്പൂർ,
പയ്യന്നൂർ, തൃക്കരിപ്പൂരിൽ മത്സരിക്കുന്നത് ജയന്തിയോ ആ, അല്ല, അവിടെ മത്സരിക്കുന്ന മുസ്തഫയാണ് മത്സരിക്കുന്നത്. ഓക്കെ. എതിരായി മത്സരിക്കുന്നത് BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യറാണ്. അവിടെയൊക്കെ ഈ റിസൻമെൻ്റ് ഉണ്ട്. ഇപ്പോൾ CPM-നകത്തുണ്ടായിട്ടുള്ള ഈ ആഭ്യന്തര കലാപം, അതിൻ്റെ ഭാഗമായി എത്ര പേരാ പുറത്തു വന്നത്? ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫ് പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് ഉണ്ടല്ലോ, EP ഉണ്ണി. EP ഉണ്ണിയുടെ ഒരു റൈറ്റപ്പ് എനിക്ക് തോന്നുന്നു അവരുടെ എഡിറ്റ് പേജിലാണെന്ന് തോന്നുന്നു. അതിനകത്ത് പറയുന്നത് അൺകാരക്ടറിസ്റ്റിക്കലി ഷെയ്ക്കി CPM. ഇത്രയും ഡിസിഡൻസ് ആൾക്കാരെ കണ്ടിട്ടില്ല, ഇൻക്ലൂഡിങ് ഇത്രയും വെറ്ററനായിട്ടുള്ള സുധാകരൻ വരുന്നു. CPM ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് തന്നെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. CPM-ൻ്റെ ഇത്രയും കേഡർ സംവിധാനത്തോടെ മിലിറ്റൻ്റായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ബംഗാളിലും ത്രിപുരയിലുമൊക്കെ തകർന്നടിഞ്ഞപ്പോഴും ശക്തിയോടുകൂടി നിലനിന്ന പാർട്ടിയിൽ ഇപ്രാവശ്യം CPM-ൻ്റെ മുഖം എന്നറിയപ്പെടുന്ന, അതും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ഉദാത്തമായ പ്രതീകങ്ങളെന്നറിയപ്പെടുന്ന സുധാകരൻ ആലപ്പുഴയിൽ, അതുപോലെ തന്നെ ഐഷ പോറ്റി കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ, അതുപോലെ കുഞ്ഞികൃഷ്ണൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പയ്യന്നൂരിൽ, TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ, സുരേഷ് VS-ൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സുരേഷ് മലമ്പുഴയിൽ, അതുപോലെ PK ശശി, വിവാദ നായകനാണെങ്കിൽ പോലും PK ശശി ഷൊർണൂറിൽ മത്സരിക്കുകയാണ്. ചരിത്രത്തിൽ CPM-ൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ 6 പേരും അറിയപ്പെടുന്ന മുൻ മന്ത്രിമാർ, നിയമസഭാംഗങ്ങൾ, പാർട്ടിയുടെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള പ്രമുഖരായ നേതാക്കളാണ്. പൊതുസമൂഹത്തിൽ നല്ല ആദരവും സ്വീകാര്യതയുമുള്ള പ്രഗത്ഭരായ 6 നേതാക്കളാണ് CPM വിട്ട്, CPM മുമ്പും പലരും വിട്ടിട്ടുണ്ട്, CPM വിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ചിലർ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുകയാണ്. അതെ, അങ്ങനൊരു അനുഭവം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, CPM-ൻ്റെ സംഘടനാ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതെന്താ ഇത് ഈ ഒരു എന്താ പറയുന്ന ഐഡിയോളജിക്കൽ എന്താ പറയുന്ന ഒരു റിഗർ ഉണ്ടല്ലോ, അത് പോയതാണോ അതോ? രണ്ടുമുണ്ട്. ഐഡിയോളജിക്കൽ റിഗർ അലോങ് വിത്ത് ദ ഓർഗനൈസേഷണൽ ലാപ്സസ് എന്നോ വീക്ക്നെസ് എന്നോ എന്ന് വേണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും റൈവൽസ് ആയിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ലേ? ബാക്കി എല്ലാ സ്ഥലങ്ങളിലും they are on the same platform. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ, അതൊരു കൺഫ്യൂഷൻ സാധാരണ കാഡറിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ അതിനെയൊക്കെ അവർ അതിജീവിച്ചു. ഓക്കെ, അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണല്ലോ 2021 തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത്. അതിനു മുമ്പ് ബംഗാളിൽ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിക്കൊണ്ട് മത്സരിച്ചതിന് ശേഷവും അവർ കേരളത്തിൽ ആ ഒരു പ്രതിസന്ധി അതിജീവിച്ച് വിജയകരമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഇടതു നയവ്യതിയാനം ഈ പാർട്ടിയെ വല്ലാത്ത പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടതു നയവ്യതിയാനമായി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ. ഇപ്പോൾ ലേബർ കോഡ്സിൻ്റെ കാര്യത്തിൽ, ലേബർ കോഡ്സിനെതിരായി ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയത് പീപ്പിൾസ് ഡെമോക്രസിയിലും ദേശാഭിമാനിയിലും ചിന്തയിലുമാണ്. അത് നിശ്ചിതമായി വിമർശിച്ചതും CPM-ഉം CIT-യുമാണ്. പക്ഷേ ഇന്ത്യയിൽ ലേബർ കോഡ്സ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടങ്ങൾ ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്, കേരളത്തിലെ തൊഴിൽ വകുപ്പാണ്. അതുപോലെ തന്നെയാണ് PM ശ്രീ പദ്ധതി ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് എന്ന് അതിനിശ്ചിതമായി നിയമസഭയ്ക്കകത്തും പുറത്തും പ്രസംഗിച്ചവരാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടി പോലും അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതും വിവാദപരമായിട്ടുള്ള വിഷയത്തിൽ ഏർപ്പെടുന്നതും. ഇങ്ങനെ പരിശോധിച്ചാൽ ഇടതു നയ വ്യതിയാനം, പിന്നെ മൂലധന നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ അവർ സ്വീകരിക്കുന്ന നയമെന്താണ്, നിലപാടെന്താണ്? ഇപ്പം നിരന്തരം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് വിളിക്കുകയല്ലേ. ഇപ്പം നേരത്തെ ഇതിനെയൊക്കെ അതിനിശ്ചിതമായി എതിർത്തിരുന്നത് മൂലധന, അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി സംസ്ഥാന സർക്കാർ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ബ്രിട്ടനിലെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സർ പിണറായി വിജയനല്ലേ ഒരു ദിവസം രാവിലെ 8 മണിക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബെല്ലടിച്ച് മണിയടിച്ച് ഓപ്പൺ ചെയ്തത്. സംതിങ് സിമിലർ അബൌട്ട് ജ്യോതി ബാസുവിൻ്റെ കാലത്ത് ഇതുപോലെ ഇത് ചെയ്തതായിട്ട് എനിക്ക്. ജ്യോതി ബാസുവിൻ്റെ കാലഘട്ടത്തിൽ പോയ കുറേ റിഫോർമേറ്റീവ് പ്രോസസ്സുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, തീവ്രമായ ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടുവരികയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും ജ്യോതി ബാസു കുറേ ബാലൻസ് ചെയ്തു പോയി. കുറേ കഴിഞ്ഞതിന് ശേഷം ബുദ്ധദേവ ഭട്ടാചാര്യയുടെ കാലഘട്ടം വന്നപ്പോൾ ഈ തീവ്ര ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റായി തീവ്ര വലതുപക്ഷ നയങ്ങളിലേക്ക് പോയി. ക്രമാനുഗതമായ മാറ്റമാണെങ്കിൽ സഖാക്കളും ജനങ്ങളും അത് ഉൾക്കൊള്ളും.
ഇത് വളരെ പെട്ടെന്നായിരുന്നു സിംഗൂറും അതുപോലെയുള്ള മറ്റ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ഉയർന്നു വന്നത്. അപ്പോൾ അതൊരു തരത്തിലും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള മൂല്യബോധമുള്ള സഖാക്കൾക്കും ബഹുജനങ്ങൾക്കും അത് മുഖവിലക്കെടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ വന്നൊരു പ്രതിസന്ധിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കിയ ആ വൈരുദ്ധ്യങ്ങൾ അതുണ്ടാക്കിയൊരു പ്രതിസന്ധിയാണ് അവിടെയും അതുപോലെ ത്രിപുരയിലുമൊക്കെ തകർന്നടിയാനുള്ള കാരണം. കേരളത്തിൽ ക്രമാനുഗതമായിട്ടുള്ള വലതുപക്ഷ നയങ്ങളിലേക്കാണ് ഈ ഗവൺമെൻറ് പോയി. പക്ഷേ ഇപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എപ്പോഴും ഒരു പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ അല്ലെങ്കിൽ നിങ്ങൾ ഐഡിയോളജിക്കൽ കറക്ഷൻ നടത്തണം. അവരത് പറയുന്നതുമില്ല. ഞങ്ങൾ ഇന്നലകളിൽ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾ നിയോ ലിബറൽ ഇക്കണോമിക് റിഫോംസിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. ലോകം മാറുമ്പോൾ ആഗോളതലത്തിൽ മൂലധനം പ്രധാന പങ്ക് വഹിക്കുകയും മൂലധന ശേഷിയുള്ള രാജ്യങ്ങൾക്ക് മാത്രം നിലനിൽക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന നയപരമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ പറഞ്ഞ റിഫോമിസ്റ്റ് റിവിഷനിസ്റ്റ് ആണെന്ന് പറയും, റിവിഷനിസ്റ്റ് പറയും, അത് പിന്തിരിപ്പനാണെന്ന് പറയും. അപ്പോൾ ഇത് ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ മുഖം വേണം, വലതുപക്ഷ നയങ്ങൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കുകയും വേണം. ഈ വൈരുദ്ധ്യമാണ് ഈ പാർട്ടിയിൽ നേരിടുന്ന പ്രതിസന്ധി. രണ്ടാമത്തെ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ പാർട്ടിയിലും ഭരണത്തിലും ഏകഛത്രാധിപതിയായി ഒരു വ്യക്തി മാറുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് സംഘടനാപരമായ പ്രശ്നമാണ്, ഐഡിയോളജിക്കലല്ല. ഗവൺമെൻറ്റിലും പാർട്ടിയിലും ഏകഛത്രാധിപതിയായി പിണറായി വിജയൻ എന്നൊരു വ്യക്തി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചും ഇംഗിതത്തിനനുസരിച്ചും പാർട്ടി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആൾ പാലക്കാട് ജില്ലയിലാണെന്ന് തോന്നുന്നു, DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകമാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നേരത്തെ പാർട്ടി നയത്തിന് അനുരോധമായി ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് അനുരോധമായി, നിലപാടിന് അനുരോധമായി CPM നയം മാറ്റുന്ന സ്ഥിതിയാണെന്നുള്ളത്. ക്യാപ്റ്റൻ്റെ മാത്രം പടവും കട്ടൗട്ടും ഫ്ലക്സും വെച്ചുള്ള ജാഥ ആരംഭിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം കേരളത്തിൽ നടത്തിയ ഒരു യാത്രയുണ്ട്. പിന്നെയാണ് CPMകാർ ഫ്ലക്സിലേക്കും കട്ടൗട്ടറിലേക്കുമൊക്കെ പോകുന്നത്. അപ്പോൾ ഗ്രാജ്വലി പുള്ളിയാണ് സത്യത്തിൽ CPMൻ്റെ പൊളിറ്റിക്കൽ കൾച്ചറിനെ ഡ്രാസ്റ്റിക്കായി മാറ്റുകയാണ്, ഘടനാപരമായ മാറ്റത്തിന് വിധേയമായി കൊണ്ടുവരികയാണ്. ഈ പറയുന്ന വലതുപക്ഷ സംസ്കാരത്തെ പൂർണ്ണമായി ഇപ്പോൾ പാർട്ടി ഓഫീസുകൾ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ വലിയ സൗകര്യത്തോടു കൂടിയിട്ടുള്ള പാർട്ടി മന്ദിരങ്ങൾ ബിൽഡപ്പ് ചെയ്യുന്നവർ, അതുപോലെ ആശുപത്രി സമുച്ചയങ്ങൾ പോലെയുള്ള വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ബിൽഡപ്പ് ചെയ്യുന്നവരെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അദ്ദേഹം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. കോർപ്പറേറ്റൈസേഷൻ ഓഫ് CPM. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കോർപ്പറേറ്റ് കമ്പനി. അതാണ് കേരളത്തിൽ അതാണ് അതിൻ്റെതായ ആന്തരികമായ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതികരണങ്ങളാണ് കുഞ്ഞികൃഷ്ണനായാലും സുധാകരനായാലും ഐഷ പോറ്റി ആയാലും ഇവരൊക്കെ ആ പ്രതികരണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ മത്സരിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു നയമോ നിലപാടോ അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയവും സംഘടനാപരവുമായി CPM നേരിടുന്ന അപജയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. കാർട്ടൂണിസ്റ്റ് ഉണ്ണി സൂചിപ്പിച്ചതുപോലെ അത് ഈ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം. ഇപ്പോൾ ഈ വലിയൊരു തകർച്ച ഈ തെരഞ്ഞെടുപ്പിൽ CPMന് നേരിട്ടാൽ പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്കുള്ള സംഭവവികാസങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷണൽ ഔട്ട്കം അദ്ദേഹത്തിനൊരു എൻഡോഴ്സ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമ്മളീ അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കോർപ്പറേറ്റൈസേഷൻ ഓഫ് ദ CPM, കൾട്ട് പേഴ്സണാലിറ്റി, ഇതെല്ലാം ജനം അംഗീകരിക്കുന്നതിന് തുല്യമാവുമല്ലോ. എന്നാലും ജനം അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവർ അതിൻ്റെ പ്രൊപ്പോർഷനൊക്കെ വെച്ചാൽ ഒരിക്കൽ കൂടി CPM തുടർഭരണത്തിൽ ഇദ്ദേഹം വന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യമായിരിക്കും കേരളത്തിൽ. പിന്നീട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതിനേക്കാൾ വലുതായിരിക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ പറയുന്നതല്ല, കവി സച്ചിദാനന്ദൻ എന്നും ഇടതുപക്ഷ രാഷ്ട്രീയം പിൻപറ്റുന്ന സച്ചിദാനന്ദനെ പോലെയുള്ള ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുന്ന, അത് വികാരമായി സ്വന്തം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന സച്ചിദാനന്ദനെ പോലെയുള്ളവർ, സാറാ ജോസഫിനെ നമുക്ക് മാറ്റി നിർത്താം, അങ്ങനെയുള്ള നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആശങ്കപ്പെടുന്നതാണ് CPMൻ്റെ തുടർഭരണം കേരളത്തിലുണ്ടായാൽ ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ അപ്രസക്തമാകുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് candid discussion, freewheeling discussion
അങ്ങയുടെ മകൻ കാർത്തിക് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മേക്ക് ഇറ്റ് എ വെരി കാൻഡിഡ് ഡിസ്കഷൻ. Now let us leave it to the audience, to the viewers. How much candid was the discussion? Till we meet, John Mary.